ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് എല്ലാ മാധ്യമങ്ങളിലും ബിഗ് ബ്രേക്കിംഗ് ആയി വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അനുബന്ധമായി ദേവസ്വം ബോർഡിൽ നിന്നവർ യഥാർത്ഥത്തിൽ ശബരിമല ശ്രീകോവിലിന് മുമ്പിലുള്ള ദ്വാരപാലകരുടെ സ്വർണപ്പാളി മാറ്റി വേറെ പാളിയാണ്, ഒരു വ്യാജ പാളിയാണ് കൊണ്ടുവന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിജയ് മല്യ 1998-99 കാലഘട്ടത്തിൽ 30.3 കിലോഗ്രാം സ്വർണത്തിലാണ് ശബരിമലയിലെ റൂഫ് ദ്വാരപാലകന്മാർ ഇവരെയെല്ലാം സ്വർണം ക്ലാഡ് ചെയ്തത്, അല്ലെങ്കിൽ സ്വർണം പതിപ്പിച്ചത്. അതിൽ നിന്ന് സ്വർണം പതിപ്പിച്ച ദ്വാരപാലകർ ചെമ്പായി മാറി എന്നുള്ളതാണ്. ഏകദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംശയിക്കുന്നത് പോലെ 4.5 കിലോഗ്രാമോളം സ്വർണം ഇപ്പോൾ നഷ്ടമായിട്ടുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി ചോദിക്കുന്നത്. എത്ര കിലോഗ്രാം ആണ്, എത്ര കണക്കാണ് എന്നിട്ട് അറിയാനേ ഉള്ളൂ. എന്നാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത, ഇതിൽ ഏറ്റവും പ്രധാനം, ഒരു ദേവസ്വം ബോർഡ് അംഗത്തിന് സ്വപ്ന ദർശനം കിട്ടി. ദേവസ്വം ബോർഡ് അംഗത്തിന് സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെയാണ് ഈ ദ്വാരപാലകരെ മാറ്റാൻ തീരുമാനിച്ചതെന്ന് പറയുകയാണ്. അത്ഭുതങ്ങളിൽ അത്ഭുതം. നിരീശ്വരവാദികൾ അങ്ങനെ സ്വപ്നം കണ്ടിട്ട്, നിരീശ്വരവാദികളായ ഒരു ബോർഡിലെ ഒരു അംഗം അങ്ങനെ, അല്ലെങ്കിൽ ബോർഡിലെ ഒരാൾ അങ്ങനെ സ്വപ്നം കണ്ട് മാറ്റി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ദൈവത്തിനറിയാൻ കാര്യങ്ങൾ. നമുക്ക് എന്തായാലും ഒന്ന് കേൾക്കാം. അത് ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളി സമർപ്പിച്ചിരിക്കുന്നത് എന്തു നടക്കാൻ പാടില്ല എന്നതിന്റെ പേരിലാണോ സന്നിധാനത്ത് നിന്ന് അയ്യപ്പന്റെ സ്വത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിർദ്ദേശം അവിടെയുള്ളത്? അത് ലംഘിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ മുഴുവൻ അട്ടിമറികളും, ഈ ദിവ്യ ദർശനവും സ്വപ്നവും കഥയും മറ്റൊരു പാളി തയ്യാറാക്കലും ഒക്കെ നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും മാധവ് ആലോചിച്ച് നോക്കൂ. 2019 ദേവസ്വം മാനുവലിന് വിരുദ്ധമായിട്ടാണ് ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഇന്നലെയൊക്കെ കൊടുത്തത് 1998 വിജയ് മല്യ ശ്രീകോവിൽ സ്വർണം പൂശുമ്പോൾ മേൽക്കൂര മാത്രമല്ല 2 ദ്വാരപാലക വിഗ്രഹങ്ങൾ അടക്കമാണ് സ്വർണം പൂശിയതെന്നുള്ള തെളിവുകൾ അന്നത്തെ പത്രങ്ങളിൽ അടക്കമുണ്ട്. അപ്പോൾ അന്ന് ആ 1998 സ്വർണം പൂശി വെച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ചെമ്പ് പാളികൾ എന്ന് പുതിയൊരു ഉത്തരവുണ്ടാക്കിയാണ് ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത്. അതായത് ഓൾറെഡി സ്വർണമായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ, അല്ലെങ്കിൽ അമ്പലങ്ങളുടെ ഫ്രണ്ടിലെ ഈ ദ്വാരപാലകന്മാരുണ്ട്, ഗാർഡിയൻസ് എന്നൊക്കെ പറയും, ഗാർഡിയൻസ് ഓഫ് ദി ഡീറ്റി. അവരിലുള്ള സ്വർണ്ണപ്പാളിയെ ചെമ്പ് പാളിയാക്കി മാറ്റി പുതിയതായി സ്വർണം പതിപ്പിക്കാനും പൂശാനും തീരുമാനിച്ചു. ഇവിടെയൊക്കെ അങ്ങനെ അത്തരം 2 നിയമലംഘനങ്ങൾ അവിടെ നടക്കുകയാണ്. ഒന്ന്, സ്വർണ്ണപ്പാളി ചെമ്പുപാളിയെ ഉത്തരവിൽ മാറുന്നു. മറ്റൊന്ന്, ദേവസ്വം മാനുവലിന് വിരുദ്ധമായി ഈ സ്വർണ്ണപ്പാളി ഒരാളുടെ കയ്യിൽ, ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ പുറത്തേക്ക് കൊടുത്തു വിടുന്നു, അറ്റകുറ്റ അല്ലെങ്കിൽ സ്വർണം പൂശാനായി. അങ്ങനെ കൊണ്ടുപോകാനേ പാടില്ല എന്നാണ്. അപ്പോൾ ഈ 2019 തന്നെ സെപ്റ്റംബർ 14 ബാംഗ്ലൂരുവിലെ ഒരു പത്രത്തിൽ വന്ന ഈ വാർത്ത വെച്ചിട്ടാണെങ്കിൽ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് വിജിലൻസ് സംശയിക്കുന്നത് ഈ കവചം ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ കൊണ്ടുപോയിരിക്കുന്നത് ബംഗളൂരുവിലേക്കാണ്. അവിടെ കേന്ദ്രീകരിച്ച് ഒരു സ്പോൺസർഷിപ്പ് പരിപാടി ഒപ്പിച്ച് പുതിയ ഒരു അങ്കി നിർമ്മിച്ച്, ഒരു കവചം നിർമ്മിച്ച് അതാണ് ശബരിമലയിൽ എത്തിച്ചത്. പഴയ കവചത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ദുരൂഹമാണ്. അമ്പലം വിഴുങ്ങികൾ എന്നൊക്കെ എനിക്കറിയില്ല ആ വാക്കുകളൊക്കെ ഉപയോഗിക്കാമോ. ഞങ്ങൾ വിശ്വാസികൾക്കടക്കം അത് കേട്ടാൽ വിഷമവും വേദനയും ഒക്കെയാണ്. പക്ഷേ അമ്പലം വിഴുങ്ങികൾ എന്ന് വിളിക്കാൻ തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് തന്നെയാണ്. ഇതേപോലെ മുമ്പ് ഒരു ദേവസ്വ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് 90 കോടി മുതൽ 100 കോടിയുടെ തട്ടിപ്പാണ് നടക്കുന്നത്. ദേവസ്വം ബോർഡിന് വേണ്ടി ഒരു ദേവസ്വ പ്രശ്നം വെക്കുകയും, ദേവപ്രശ്നം എന്നാണ് പേര്, ദേവസ്വ പ്രശ്നമാക്കുകയും എന്നിട്ട് അയ്യപ്പന് കരച്ചിൽ സഹിക്കാൻ വയ്യ കഴുതകളുടെ എന്നൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ടാക്കുകയും ചെയ്തു. എന്റെ അയ്യപ്പ, നീ ഞങ്ങളെയും കാക്കണം, നിന്നെയും കാത്തോളനെ. ഇത്രയും വലിയ അടിച്ചുമാറ്റലുകാർ അവിടെ ഉണ്ടോ എന്ന് ആൾക്കാർ സംശയിക്കുകയാണ്. ഇന്ന് നമ്മൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഈ വിവാദത്തിൽ മുൻ ദേവസ്വം ബോർഡിന്റെ നടപടി അടിമുടി ദുരൂഹതയാണ്. കാരണം ചട്ടങ്ങൾ ലംഘിച്ച് സ്വർണ്ണപ്പാളി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരം ഒരുക്കിയത് 2019 ദേവസ്വം ബോർഡിന്റെ പ്രത്യേക ഉത്തരവാണ്. സ്വർണ്ണപ്പാളിയിൽ നിരന്തരം നിരീക്ഷണം വേണമെന്ന് ഉത്തരവുണ്ടായിട്ടും സ്വർണ്ണപ്പാളി എങ്ങോട്ട് കൊണ്ടുപോയെന്ന് ബോർഡ് തിരക്കിയില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണനെതിരെ തിരിഞ്ഞ ഇടത് സർക്കാർ നേരത്തെ അദ്ദേഹത്തെ വഴിവിട്ട് സഹായിച്ചു എന്നതിന്റെ തെളിവുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളുമായി സവാദ് മുഹമ്മദ് ചേരുന്നുണ്ട്. സവാദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പ്രതിക്കൂട്ടിലാക്കി രക്ഷപ്പെടാനാണോ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ശ്രമം? അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമോ? അതോടൊപ്പം തന്നെ വഴിവിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചു എന്നതിന്റെ എന്തൊക്കെ തെളിവുകളാണ് പുറത്തു വരുന്നത്? ഈ തുടക്കത്തിൽ വിജയ് മല്യ സ്വർണം പൂശിയത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അതൊരു നമ്പറാണ്.
അതിശക്തമായ രീതിയിൽ അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, ടെമ്പിൾ ആകട്ടെ, ചർച്ച് ആകട്ടെ, മോസ്ക് ആകട്ടെ, ദൈവത്തിന് സാധാരണ ഭക്തർ വിശ്വസിച്ച് സമർപ്പിക്കുന്ന സ്വർണവും കാണിക്കുകയൊക്കെയാണ്. അത് അടിച്ചു മാറ്റിയത് ആരാണെങ്കിലും, അതിൽ ലാഭേച്ഛയോടുകൂടി കൊണ്ടുവന്നത് ആരാണെങ്കിലും അതിശക്തമായ നടപടി വേണം. അതിന് മുഖം നോക്കരുത്. ഇത് ഈ രീതിയിൽ ഏറ്റവും സ്ട്രോങ് ആയ ആക്ഷൻ തന്നെ കൊണ്ടുവരണം. എല്ലാ മാധ്യമങ്ങളും ഇത് കൊണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടവരെ പിടിക്കണം, മാതൃകാപരമായി ജയിലിലിടണം, അതിശക്തമായ നടപടികൾ വേണം.